ഇനി നമ്മൾ ER ഡയഗ്രം നൊട്ടേഷൻസ് ആണ് നോക്കുന്നത് കേട്ടോ. ER ഡയഗ്രം നൊട്ടേഷൻസ്. അപ്പം അതിൽ മുന്നേ നമ്മൾ എന്താണ് ERൻ്റെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. അതിൻ്റെ ഇനി ബാക്കി കാര്യങ്ങൾ ഇത് പഠിച്ചിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കാം. ER ഡയഗ്രം നൊട്ടേഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഇതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമ്മൾ നീലിറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, സയൻറ്റിസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് അതിൽ എൻറ്റിറ്റി എന്തായിരിക്കും? റെക്റ്റാങ്കിൾ ആയിരിക്കും. അടുത്ത് വരുന്ന വീക്ക് എൻറ്റിറ്റി. ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം പിന്നെ പറയാം. എൻറ്റിറ്റി എന്താണെന്ന് അറിയാലോ, ഓൾറെഡി നോണാണ്. വീക്ക് എൻറ്റിറ്റി ഡബിൾ ആയിരിക്കും, ഡബിൾ റെക്റ്റാങ്കിൾ ആയിരിക്കും. എന്താണ് ഷേപ്പ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, ചോദിച്ചു വെക്കും. അടുത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് എന്താണ്? വേർബ് ഡിസ്ക്രൈബിങ് എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, എന്ന് പറയുന്നത് ഡയമണ്ട് ആയിരിക്കും. അടുത്ത ഐഡൻറ്റിഫയിങ് റിലേഷൻഷിപ്പ് ഡബിൾ ഡയമണ്ട് ആയിരിക്കും. ഡയമണ്ടാണ് കേട്ടോ, ഡബിൾ ഡയമണ്ട് ആയിരിക്കും. പിന്നെ വരുന്നത് ആട്രിബ്യൂട്ട് എന്താണ്? നൗൺസ് ഡിസ്ക്രൈബിങ് എൻറ്റിറ്റീസ് ആണ്. ആട്രിബ്യൂട്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എലിപ്സ് ആയിരിക്കും. അടുത്ത കീ ആട്രിബ്യൂട്ട് ആകുമ്പോൾ ആട്രിബ്യൂട്ടിനകത്ത് തന്നെ എന്തായിരിക്കും? ഒരു അണ്ടർസ്കോർ ഉണ്ടാവും. പിന്നെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് അപ്പോൾ ഡബിൾ എലിപ്സ് ആയിരിക്കും. നെക്സ്റ്റ് കോമ്പോസിറ്റ് ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അത് എലിപ്സ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഡെറൈവ്ഡ് ആകുമ്പോൾ ഡാഷ്ഡ് എലിപ്സ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൊട്ടേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഡാഷ്ഡ് എലിപ്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ റിലേഷൻഷിപ്സ് പറഞ്ഞിട്ട് അതിൻ്റെ നൊട്ടേഷൻസ് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.